ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത് സൂപ്പർ ക്യൂബ് എന്ന് പറഞ്ഞൊരു ജാപ്പനീസ് ആനിമി TV സീരീസിൻ്റെ സീസൺ 1 ഒന്നാമത്തെ എപ്പിസോഡാണ്. ഈ സീരീസ് ഒരു കിടു സീരീസാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഓവർ പവേർഡ് സീരീസാണ്. അത് മാത്രമല്ല, ഒരു 0 to hero ആ രീതിയിലാണ് ഇതിൻ്റെ സീരീസിൻ്റെ സ്റ്റോറി പോകുന്നത്. പ്ലോട്ട് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ക്യാരക്ടറിന് ഒരു ക്യൂബ് കിട്ടും. ഈ ക്യൂബ് കാരണം നമ്മുടെ മെയിൻ ക്യാരക്ടർ ഭയങ്കര പവർഫുൾ ആകും. അതാണ് ഈ സ്റ്റോറിയുടെ പ്ലോട്ട്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതുപോലെ വീഡിയോക്ക് ലൈക്ക് തന്നേക്ക്. ഞാൻ നിങ്ങളെ പറഞ്ഞു വിശ്വസിക്കുന്നില്ല. ഇതൊക്കെ ചെയ്താൽ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. ഇതിനെ കാണിക്കുന്നത് ഒരു ഫോഴ്സ് എന്ന് വെച്ചാൽ 4 പേര് വളരെയധികം മാസ്സായിട്ട് ഇങ്ങനെ നടന്നു വരികയാണ്. ഈ ടൈമും സ്പീഡിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്തിൽ ഒരാളാണെങ്കിൽ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യുകയാണ്. അവിടെ ഒരു വലിയൊരു ആക്സിഡൻറ്റ് തന്നെ ഉണ്ടാകുകയാണ്. പെട്ടെന്ന് തന്നെ ആ ആളെ കാണുന്നില്ല. എന്താണ് സംഭവിക്കുന്നത് അവിടെയുള്ള ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല, അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാകുന്നില്ല. ഇതേ സമയം തന്നെ ലൈബ്രറി ഇരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഒരു കോൾ വരികയാണ്. ആ കോൾ എടുക്കുന്ന സമയത്ത് ഫോണിൻ്റെ അതിൽ പറഞ്ഞിട്ടുള്ളത് നിനക്ക് വേണ്ടി ആരോ വരുന്നുണ്ടെന്നായിരുന്നു. പെട്ടെന്ന് തന്നെ സ്ക്രീനിൻ്റെ കളറല്ല മാറുന്നു. പെൺകുട്ടി ഇവരെ കണ്ട് പേടിച്ചിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഡോർ എല്ലാം ലോക്ക്ഡ് ആണ്. ആ പെൺകുട്ടിക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അവൾ ടോയ്ലറ്റിൽ അതിൽ കയറി പേടിച്ചിരിക്കുകയാണ്. അങ്ങോട്ട് തിരിയാൻ ആ ഫോണിന്റെ അതിൽ ആൾ പറയുകയാണ്. പെട്ടെന്ന് തന്നെ എന്തോ ഒരു യെല്ലോ കളറിലെ സാധനം വരുന്നു. തന്നെ ആ 4 ഏജൻസ് ആണെങ്കിൽ ഡോർ തുറന്ന് നോക്കുന്ന സമയത്ത് അവളെ അവിടെ കാണുന്നില്ല. ആ പെൺകുട്ടിനെ പിടിച്ചുകൊണ്ട് ഒരാൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടിക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയാണ് അവൻ അവിടെ നിന്ന് ഓടുന്നത്. അന്നേരം തന്നെ ഒരാളാണെങ്കിൽ ഇവനെ ഷൂട്ട് ചെയ്യുകയാണ്. അന്നേരം തന്നെ ആ പെണ്ണിനെ കൊണ്ടുവച്ചിട്ട് അവിടെ ഒരു ബാരിയർ വളരെയധികം വേഗത്തിൽ വന്നിട്ട് ആ ഷൂട്ട് ചെയ്ത ഏജന്റിനെ വലിച്ചു വാരി അടിച്ച് തറയിലിട്ട് അങ്ങ് തോൽപ്പിക്കുകയാണ്. അന്നേരം തന്നെ അവന്റെ അടുത്തേക്ക് വേറൊരു ഏജന്റ് വരികയാണ്. നീ എന്തിനാണ് ഇപ്പൊ തിരിച്ചു വന്നേന്ന് ആ ഏജന്റ് ചോദിക്കും. തിരിച്ചു പോകത്തില്ലെന്ന് പറയുന്നു. ഇത് കേട്ട് അവൻ ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആകുകയാണ്. ഒന്ന് കൈ അനക്കാൻ നേരത്തെ തന്നെ ആ ബിൽഡിംഗ് എല്ലാം പൊളിഞ്ഞു വരുന്നുണ്ടെങ്കിൽ അവൻ എന്തോ ഒരു സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വളരെയധികം ഈസിയാണ്. ആ ഏജന്റിനെ വേറെ ഏതൊരു സ്ഥലത്തിലേക്ക് അവൻ കൊണ്ടുപോവുകയാണ്. ഇതേതാ സ്ഥലം, നീ എന്നെ മര്യാദക്ക് എന്നെ വെറുതെ വിട്ടോ എന്ന് പറഞ്ഞിട്ട് അവന്റെ തോക്കെടുത്ത് അവനെ വെടിവെക്കുകയാണ്. ഇനി വിചാരിക്കാൻ പോകുന്നതല്ലായിരിക്കും ഇനി നടക്കാൻ വേണ്ടി പോകുന്നത്. അത് മാത്രമല്ല ഇതിന്റെ എൻഡിങ് വളരെയധികം വെറൈറ്റി ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് മറിഞ്ഞു പോവുകയാണ്. എല്ലാ സംഭവം പഴയതുപോലെ ആവുകയാണ്. ഒരുത്തൻ നീ എന്നെ സഹായിച്ചതിന് വളരെയധികം നന്ദിയുണ്ടെന്നൊക്കെ പറഞ്ഞ് നാണിച്ച് അവളോട് സംസാരിക്കുകയാണ്. ഇതേ സമയം തന്നെ മറ്റവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വാച്ച് ഉണ്ടല്ലോ, അത് അവിടെ പിന്നീട് കാണിക്കുന്നത് ഒരു പാർട്ടിയാണ്. അവിടെ ആണെങ്കിൽ കുറച്ച് പെൺകുട്ടികളുണ്ട്. അതിനിടയിൽ നമ്മുടെ ഹീറോ ഇരിപ്പുണ്ട്, അങ്ങനെയാണ് അവന്റെ പേര്. അവിടെ ഒരു ഗെയിം നടക്കുന്നത്. നമ്മുടെ ഹീറോയിൻ തോറ്റു പോവുകയാണ്. നമ്മുടെ ഹീറോയിന്റെ പേര് യാൻ. തോറ്റു പോയതുകൊണ്ട് തന്നെ ഒരു ശിക്ഷയായിട്ടുള്ള പേര് നിനക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ പേര് പറയണമെന്ന് അവളോട് പറയുകയാണ്. അത് നിർബന്ധമാണോ എന്ന് അവൾ ചോദിക്കുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ വാങ്കും അതുപോലെ തന്നെ ബാക്കിയുള്ള കൂട്ടുകാർ വളരെയധികം എക്സൈറ്റിംഗ് ആവുകയാണ്. വാങ്കിനെ ചെറുതായിട്ടൊരു കൂട്ടുകാരനെ കളിയാക്കുന്നുണ്ട്, നിന്നെയാടാ പറയാൻ പോകുന്നതെന്ന്. ഇതേ സമയം തന്നെ നമ്മുടെ വാങ്ക് പറയുകയാണ്, എന്നെ ഒന്നും പറയാൻ പോകുന്നില്ല, ഞാനൊരു പൊട്ടനാണെന്ന് നേരത്തെ തന്നെ അറിയാമല്ലോ. ഇതേ സമയം തന്നെ അപ്പുറത്തിരുന്നവൻ പറയുകയാണ്, അത് ശരിയാണ്, എന്നെപ്പോലുള്ള വളരെയധികം സുന്ദരനായിട്ടും അതുപോലെ തന്നെ ഭയങ്കര ആറ്റിറ്റ്യൂഡായിട്ടുള്ള എന്നെ പറയാതെ എങ്ങനെയാടാ നിന്നെ പറയുന്നേ എന്ന് നമ്മുടെ വാങ്കിനോട് പറയുന്നു. ഗെയിം അങ്ങനെയാണ്, നീ പറഞ്ഞേ പറ്റത്തുള്ളൂ, നീ എന്തൊക്കെയാണെങ്കിലും പറഞ്ഞേ പറ്റത്തുള്ളൂ, നീ നാണിക്കാതെ അങ്ങോട്ട് പറയുകയാണ്. പറയണോ, നീ പറഞ്ഞേ തീരും, നീ പെട്ടെന്ന് പറ. നമ്മുടെ യായ്ക്ക് വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൾ പറയാൻ വേണ്ടി തയ്യാറാകുകയാണ്. എനിക്ക് ഒരാളെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്, പക്ഷെ എനിക്കത് പറയണമെന്നില്ല, പക്ഷെ എനിക്ക് പറയണമെന്നുണ്ട് വാങ്ക് എന്നവൾ പറയുകയാണ്. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൊച്ചു വയസ്സിൽ തന്നെ അറിയായിരുന്നു. ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിന് വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അതുമാത്രമല്ല നമ്മുടെ ഹീറോയിന്റെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ദിവസം ഇതാണെന്നും നമ്മുടെ ഹീറോ മനസ്സിലാക്കുന്നു. നമ്മുടെ ഹീറോയിനെ കുറച്ച് ആൾക്കാർ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും നമ്മുടെ ഹീറോയ്ക്ക് അറിയത്തില്ല, ബട്ട് അതിന്റെ അതിലെ ബോസ് ആയിട്ടുള്ള ഷിന്നിനെ മാത്രം അറിയാം. യാളുടെ പേരിൽ ഒരു ക്രഷ് ഉണ്ടായിരുന്നു അവന്. ഇവനെ യായ്ക്ക് ഇഷ്ടമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇവനെ വെള്ളത്തിലിട്ട് കൊല്ലാൻ വേണ്ടിയാണ് ഇവന്മാരെല്ലാം കൂടെ വന്നിരിക്കുന്നത്. നമ്മുടെ യായ ആണെങ്കിൽ അവളെ വീഡിയോ കോൾ വിളിക്കുകയാണ്. ക്രഷിന്റെ അവസ്ഥ കണ്ടോ എന്നിട്ട് അവളോട് ചോദിക്കുകയാണ്. നടന്നിട്ട് അവൾക്ക് ചെറുതായിട്ട് വിഷമം വരുന്നുണ്ട്. ലൂസറാണ് ഇവൻ, നിനക്ക് ഒരിക്കലും ചേരത്തില്ലെന്ന് പറയുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ യാങ്ങിനെ പിടിച്ചവൻ അറിയാതെ അവനെ തറയിലിടുകയാണ്. അങ്ങനെ അവൻ വെള്ളത്തിലേക്ക് വീഴുകയാണ്. യാങ് എന്ന് പറഞ്ഞുകൊണ്ട് പാലത്തിന്റെ മണ്ടയ്ക്ക് നാമാര് വിളിക്കുന്നുണ്ടെങ്കിലും റിപ്ലൈ ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ വെള്ളത്തിലേക്ക് നമ്മുടെ നായകൻ വീഴുകയാണ്. കൂടെ സ്നേഹിച്ച ഒരു പെണ്ണിനെയാ എനിക്ക് അവളെ പോലും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. ജീവിച്ചിരിക്കുന്നതിന് ഒരർത്ഥവുമില്ല. പാസ് കാണിക്കുകയാണ്. സ്കൂളിലുള്ള ആൾക്കാരുടെ കളിയാക്കൽ കാരണം നമ്മുടെ യാങ്കാണെങ്കിൽ വളരെയധികം വിഷമിച്ച് അവിടെ ഇരിക്കുകയാണ്. ഒരു കടയും പിടിച്ചുകൊണ്ട് അങ്ങോട്ട് നമ്മുടെ യാ വരുന്നത്. വീട്ടിലൊന്നും പോകുന്നില്ല, നീ മഴ വരുന്നതൊന്നും കാണുന്നില്ലേ, അത് മാത്രമല്ല നിന്റെ കൈക്ക് എന്തോ പറ്റിയിട്ട് ബാൻഡേജ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ആ സമയത്ത് തന്നെ അവൻ അവളോട് ഇഷ്ടമുണ്ടായിരുന്നു. പ്രസന്റ് ആണ്. ആ വെള്ളത്തിനുള്ളിലേക്ക് നമ്മുടെ നായകൻ മരിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരു വെളിച്ചം കാണുന്നു. അതെടുത്ത് നോക്കുന്ന സമയത്ത് അതൊരു ക്യൂബ് ആയിരുന്നു. ആ ക്യൂബിൽ തൊട്ടുടനെ തന്നെ അവൻ വേറൊരു ഡയമെൻഷനിലോട്ട് പോവുകയാണ്.
സംഭവിച്ചതുകൊണ്ട് തന്നെ നമ്മുടെ യാങ് നന്നായിട്ട് പേടിക്കുന്നുണ്ട്. ആ സിസ്റ്റത്തിനോട് എനിക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോകണമെന്ന് നമ്മുടെ യാങ് പറയുകയാണ്. സോ അങ്ങനെ നമ്മുടെ യാങ് ആണെങ്കിൽ വേറെ സ്ഥലത്തേക്ക് ടെലപ്പോർട്ടായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ യാങ് പിന്നെ ഓരോ സ്ഥലത്തേക്ക് ടെലപ്പോർട്ടായി സ്കൂളിലേക്ക് ടെലപ്പോർട്ടായിരുന്നു. നമ്മുടെ വാച്ച്മാൻ സ്കൂളൊക്കെ ചെക്ക് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ നമ്മുടെ കഥാനായകൻ അവിടെ നിന്ന് ടെലപ്പോർട്ടായി വീട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ യാങ്ങിനെ ആരോ വിളിക്കുന്നുണ്ട്. കാര്യമല്ല, നമ്മുടെ കോൾ വിളിച്ചിട്ട് നീ എടുക്കാത്തത് ഞാൻ വിചാരിച്ചു നിനക്ക് എന്തോ പറ്റിയെന്ന്. നീ ഇങ്ങനൊന്നും ഇനി ഒരിക്കലും ചെയ്യാൻ വേണ്ടി പാടില്ല. കോൾ എടുക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ ഒരുപാടധികം വിഷമിച്ചു. അത് ഫോണിൻ്റെ അതിൽ കുറച്ച് വെള്ളമൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് കോൾ എടുക്കാൻ പറ്റാച്ചെന്ന് നമ്മുടെ നായകൻ പറഞ്ഞിട്ട് ആ കോൾ അവിടെ വെച്ച് കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മുടെ നായകൻ അവളോട്ട് കട്ടിലേക്ക് കിടക്കുകയാണ്. സോ ഇതേ സമയം തന്നെ ആ സിസ്റ്റർ നമ്മുടെ നായകനോട് സംസാരിക്കുകയാണ്. ഇത് കേൾക്കാൻ നേരത്ത് നമ്മുടെ യാങ് ഒന്ന് പേടിച്ചുകൊണ്ട് നമ്മുടെ യാങ് ചോദിക്കുകയാണ്, നീ എവിടെ ഇരുന്നാ ഈ സംസാരിക്കുന്നത്? എവിടെയല്ല, നിന്റെ ഉള്ളിൽ തന്നെ ഇരുന്നാണ് ഞാൻ സംസാരിക്കുന്നത്. സോ ഇതേ സമയം തന്നെ നമ്മുടെ യാഗിനെ വേറെ ഏതോ ഒരു സ്ഥലത്തിലേക്ക് അത് ടെലപ്പോർട്ട് ചെയ്യുകയാണ്. നേരത്തെ കൊണ്ടുവന്ന ഡയമെൻഷനിലേക്ക് അവൻ പിന്നെയും കൊണ്ടിരിക്കുകയാണ്. ഇതേതാ സ്ഥലം? ഇതെന്തുവാ ഇങ്ങനെ ഇരിക്കുന്നത്? നമ്മുടെ നായകന് ഇതേതാ സ്ഥലമെന്ന് പോലും മനസ്സിലാകുന്നില്ല. നീ എന്തിനു വേണ്ടിയാണ് എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്? എന്താണ് ഞാൻ പറയുന്നത് പോലെ ചെയ്യുന്നത്? കാരണം നിങ്ങളാണ് എൻ്റെ ബോസ് എന്നാ മിഷൻ പറയുകയാണ്. മാത്രമല്ല ബോസ്, നിങ്ങളെ ഈ ലോകത്തിൻ്റെ തന്നെ കിങ് ആയിട്ട് മാറ്റണം വേണ്ടിയാണ് ഞാനുള്ളത്. മാജിക് ക്യൂബ് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിൻ്റെ സീസൺ 1 ഒന്നാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. സോ ഇതൊരു കിടിലനായിട്ടുള്ളൊരു സീരീസാണ്. അത് മാത്രമല്ല ഇത് ഓൺ ഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. സോ ഇപ്പം തന്നെ 4 എപ്പിസോഡ് അങ്ങാണ്ട് റിലീസായി. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സീരീസ് ആണെങ്കിൽ ഈ എപ്പിസോഡ് മാത്രമേ ഇങ്ങനെയുള്ളൂ. അടുത്ത എപ്പിസോഡ് മുതൽ വിഷയമാണ്, ഭയങ്കര വിഷയമാണ്. സോളോ ലെവലിംഗൊക്കെ കാണുന്നത് പോലത്തെ ഒരു ഫീലിംഗ് ഈ ആനിമി എനിക്ക് തന്നു. സോ എന്തുവാണ് എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. സോ ഈ അടുത്ത ദിവസം അടുത്തൊരു എപ്പിസോഡായിട്ട് വരുന്നവരിക്കും ടാറ്റ ബൈ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. എനിക്ക് സെക്കൻഡ് ചാനൽ ഉണ്ട്. സോ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടാഗ് ചെയ്തിട്ടുണ്ട്. ഞാനത് ഈ മൂവീസൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ജസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ നിൽക്കുക. സോ അടുത്ത ദിവസം അടുത്തൊരു എപ്പിസോഡ് വരുന്നവരിക്കും ടാറ്റ ബൈ, പീസ്.